വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം. അവൻ കരുവേല തടി കൊണ്ട് ഹോമബലിപീഠമുണ്ടാക്കി. അതിന്റെ നീളം 5 മുഴം, അതിന്റെ വീതി 5 മുഴം സമചതുരം, അതിന്റെ ഉയരം 3 മുഴം. അവൻ അതിന്റെ 4 മൂലകൾക്കും മീതെ കൊമ്പുകൾ ഉണ്ടാക്കി. അതിൽ നിന്നുള്ള തുടർച്ചയായിരുന്നു അതിന്റെ കൊമ്പുകൾ. അവൻ അത് പിച്ചള പൊതിഞ്ഞു. ബലിപീഠത്തിന്റെ എല്ലാ ഉപകരണങ്ങളും, അതായത് പാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ അവനുണ്ടാക്കി. അതിന്റെ ഉപകരണങ്ങളെല്ലാം പിച്ചള കൊണ്ട് നിർമ്മിച്ചു. അവൻ പിച്ചള വലയുടെ നിർമ്മിതിയായ ഒരു ചട്ടടുപ്പ് ബലിപീഠത്തിന് വേണ്ടി അതിന്റെ വക്കിനു കീഴിൽ താഴേക്കായി അതിന്റെ പകുതി വരെ ഉണ്ടാക്കി. പിച്ചള ചട്ടടുപ്പിന്റെ 4 അഗ്രങ്ങളിലും അതിന്റെ തണ്ടുകൾക്ക് കുഴകളായി 4 വളയങ്ങൾ വിളക്കി ചേർത്തു. അവൻ കരുവേല തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി. അവ പിച്ചള പൊതിഞ്ഞു. ബലിപീഠത്തിന്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. അവ കൊണ്ട് അത് സംവഹിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത്. പലകകൾ കൊണ്ട് അകം പൊള്ളയായി അവൻ അതുണ്ടാക്കി. സമാഗമ കൂടാരവാതിൽക്കൽ ശുശ്രൂഷിച്ചിരുന്ന പരിചാരികമാരുടെ പിച്ചള കണ്ണാടികൾ കൊണ്ട് അവൻ പിച്ചള ഷാളന പാത്രവും അതിന്റെ പിച്ചള പീഠവും നിർമ്മിച്ചു. അവൻ അങ്കണം നിർമ്മിച്ചു. തെക്കുവശത്ത് അങ്കണത്തിന്റെ മറകൾ പിരിച്ച ചണം കൊണ്ടുള്ളത് 100 മുഴം, അവയുടെ തൂണുകൾ 20. പിച്ചള കൊണ്ടുള്ള അവയുടെ പാദകുടങ്ങൾ 20. തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. വടക്ക് വശത്ത് 100 മുഴം, അവയുടെ തൂണുകൾ 20. പിച്ചള കൊണ്ടുള്ള അവയുടെ പാദകുടങ്ങൾ 20. തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. പടിഞ്ഞാറ് വശത്ത് മറകൾ 50 മുഴം, അവയ്ക്ക് തൂണുകൾ 10, അവയുടെ പാദകുടങ്ങൾ 10. തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. ഉദയദിശയിലേക്ക് കിഴക്ക് വശത്തിന് 50 മുഴം, 15 മുഴം മറകൾ ഒരു ഭാഗത്തേക്ക്, അവയുടെ തൂണുകൾ 3, അവയുടെ പാദകുടങ്ങൾ 3. അങ്കണ കവാടത്തിന് അപ്പുറവും ഇപ്പുറവും ഉണ്ടായിരുന്നതിൽ 2-ാമത്തെ ഭാഗത്തിന് മറകൾ 15 മുഴം, അവയുടെ തൂണുകൾ 3, പാദകുടങ്ങൾ 3. ചുറ്റുമുള്ള അങ്കണമറകളെല്ലാം പിരിച്ച ചണം കൊണ്ടുള്ളതായിരുന്നു. തൂണുകൾക്കുള്ള പാദകുളങ്ങൾ പിച്ചളയും തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളിയുമായിരുന്നു. അവയുടെ മകുടങ്ങൾ വെള്ളി പൊതിഞ്ഞവയും അങ്കണത്തിന്റെ എല്ലാ തൂണുകളും വെള്ളിപ്പട്ട കെട്ടിയവയുമായിരുന്നു. അങ്കണ കവാടവിരി നീല ധൂമ്ര കടും ചെമപ്പു നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണിയായിരുന്നു. നീളം 20 മുഴം, ഉയരം അതായത് വീതി അങ്കണമറകൾക്ക് സമാനം 5 മുഴം. അവയ്ക്ക് തൂണുകൾ 4, അവയുടെ പിച്ചള പാദകുടങ്ങൾ 4. അവയുടെ കൊളുത്തുകൾ വെള്ളിയും അവയുടെ മകുടങ്ങളും പട്ടകളും വെള്ളി പൊതിഞ്ഞവയുമായിരുന്നു. ആലയത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും എല്ലാ കുറ്റികളും പിച്ചളയായിരുന്നു. സാക്ഷ്യഫലകത്തിന്റെ വാസസ്ഥാനമായ ആലയത്തിന്റെ വസ്തുവിവര പട്ടികകൾ ഇവയാണ്. മോശയുടെ നിർദ്ദേശപ്രകാരം പുരോഹിതനായ അഹരോന്റെ മകൻ ഇത്താമറിന്റെ കൈകാര്യത്തിൽ ലേവ്യരുടെ സേവനമായി ഇത് തയ്യാറാക്കപ്പെട്ടു. കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലിൽ നിർമ്മിച്ചു. അവനോടൊപ്പം ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ കൊല്ലപ്പണിക്കാരനും നെയ്ത്തുകാരനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു. അവൻ നീല ധൂമ്ര കടും ചെമപ്പു നൂലുകളുടെയും ചണത്തിന്റെയും ചിത്രത്തുന്നൽക്കാരനുമായിരുന്നു. വിശുദ്ധ സ്ഥലത്തിന്റെ മൊത്തം ജോലിയിൽ പണിക്ക് വിനിയോഗിക്കപ്പെട്ട ആകെ സ്വർണം വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 29 താലന്ത് 730 ഷെക്കൽ കാണിക്ക സ്വർണമായിരുന്നു. സമൂഹത്തിലെ കാനേഷുമാരിയിൽ ഉൾപ്പെട്ടവരുടെ വക വെള്ളി വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 100 താലന്തും
1775 ഷെക്കലുമായിരുന്നു. കാനേഷുമാരി അനുസരിച്ച് 20 അതിനുമേലും വയസ്സുള്ള എല്ലാവർക്കും 6,03,550 പേർക്ക് പ്രതിശീർഷ വിഹിതം 1 ബെക്ക ആയിരുന്നു. അതായത് വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 1/2 ഷെക്കൽ. വിശുദ്ധ സ്ഥലത്തിന്റെ പാദകുടങ്ങളും തിരശ്ശീലയുടെ പാദകുടങ്ങളും വാർക്കുന്നതിന് 100 താലന്ത് വെള്ളി വേണ്ടി വന്നു. പാദകുടം ഒന്നിന് 1 താലന്ത് വീതം, 100 താലന്തിന് 100 പാദകുടങ്ങൾ. 1775 ഷെക്കൽ കൊണ്ട് തൂണുകൾക്ക് കൊളുത്തുകൾ ഉണ്ടാക്കി. അവയുടെ മകുടങ്ങൾ പൊതിയുകയും അവ മുറുക്കുകയും ചെയ്തു. കാണിക്കയായ പിച്ചള 70 താലന്തും 2400 ഷെക്കലുമായിരുന്നു. അവൻ അതുകൊണ്ട് നിർമ്മിച്ചത് സമാഗമ കൂടാരവാതിലിന്റെ പാദകുടങ്ങളും പിച്ചള ബലിപീഠവും അതിന്റെ പിച്ചള ചട്ടടുപ്പും ബലിപീഠത്തിന്റെ എല്ലാ ഉപകരണങ്ങളും ചുറ്റുമുള്ള അങ്കണ പാദകുടങ്ങളും അങ്കണ കവാടത്തിന്റെ പാദകുടങ്ങളും ആലയത്തിന്റെ എല്ലാ കുറ്റുകളും ചുറ്റുമുള്ള അങ്കണത്തിന്റെ എല്ലാ കുറ്റുകളുമായിരുന്നു. പുറപ്പാട് പുസ്തകം 39 അധ്യായം. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ നീല ധൂമ്ര കടും ചെമപ്പ് നൂലുകളിൽ നിന്ന് അവർ നെയ്ത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. അഹ്റോന് വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവരുണ്ടാക്കി, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. പ്രധാന അങ്കി സ്വർണ്ണ നീല ധൂമ്ര കടും ചെമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ട് അവനുണ്ടാക്കി. അവർ സ്വർണപ്പാളി അടിച്ചു പാകമാക്കി. നീലക്കിടയ്ക്കും ധൂമ്രത്തിനിടയ്ക്കും കടും ചെമപ്പിനിടയ്ക്കും ചണത്തിനിടയ്ക്കും നെയ്ത്ത് വേല ചെയ്യാനായി അവനത് നൂലുകളാക്കി മുറിച്ചു. അവർ അതിന് കുടുക്കുകളായി തോൾവാറുകൾ ഉണ്ടാക്കി. അതിന്റെ 2 അഗ്രങ്ങളിലും അത് യോജിപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള പ്രധാന അങ്കിയുടെ അരക്കെട്ട് അതിന്റെ നിർമ്മിതി പോലെ തന്നെ സ്വർണ്ണ നീല ധൂമ്ര കടും ചെമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരുന്നു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. സ്വർണ്ണ ചിത്രക്കൂടങ്ങൾ ഘടിപ്പിച്ച് ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് രത്നശില്പിയുടെ മുദ്രണങ്ങളായി അവർ ഗോമേതക രത്നങ്ങൾ കൊത്തി. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ സ്മാരക രത്നങ്ങളായി പ്രധാന അങ്കിയുടെ തോൾവാറുകളിൽ അവൻ പിടിപ്പിച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. ഉരസ്ത്രാണം പ്രധാന അങ്കിയുടെ നിർമ്മിതി പോലെ വിദഗ്ധ നിർമ്മിതിയായി അവൻ ഉണ്ടാക്കി. സ്വർണ്ണ നീല ധൂമ്ര കടും ചെമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് അതുണ്ടാക്കിയത്. 2 മടക്കായി ഉരസ്ത്രാണം അവരുണ്ടാക്കി. അത് സമചതുരമായിരുന്നു. 2 മടക്കായി അതിന്റെ നീളം 1 ചാൺ, അതിന്റെ വീതി 1 ചാൺ. രത്നത്തിന്റെ 4 നിരകൾ കൊണ്ട് അവർ അത് നിറച്ചു. മാണിക്യം, പുഷ്യരാഗം, വൈഢൂര്യം എന്നിവയുടെ നിരയാണ് 1-ാം നിര. 2-ാം നിര മരതകം, ഇന്ദ്രനീലം, വജ്രം. 3-ാം നിര പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. 4-ാം നിര പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവയുടെ സജ്ജീകരണങ്ങളിലെ ചിത്രക്കൂടുകൾ സ്വർണമായിരുന്നു. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് രത്നങ്ങൾ ഉണ്ടായിരുന്നു. അവ അവരുടെ പേരുകൾ അനുസരിച്ച് 12. 12 ഗോത്രത്തിനായി ഓരോന്നിനും അതിന്റെ പേരനുസരിച്ച് ശില്പി മുദ്രണങ്ങൾ ഉണ്ടായിരുന്നു. പുരസ്ത്രാണത്തിനു വേണ്ടി പിണച്ച ചരടുപണിയായി ശുദ്ധ സ്വർണം കൊണ്ടുള്ള മാലകൾ ഉണ്ടാക്കി. അവർ 2 സ്വർണ്ണ ചിത്ര തകിടുകളും 2 സ്വർണ്ണ വളയങ്ങളും ഉണ്ടാക്കി. വളയങ്ങൾ 2ഉം പുരസ്ത്രാണത്തിന്റെ 2 മൂലകളിൽ ഘടിപ്പിച്ചു. പുരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള 2 വളയങ്ങളിന്മേൽ 2 സ്വർണമാലകൾ പിടിപ്പിച്ചു. 2 മാലകളുടെയും 2 അറ്റങ്ങൾ 2 സ്വർണ്ണ ചിത്ര തകിടുകളിൽ അവർ ഘടിപ്പിച്ചു. അവ പ്രധാന അങ്കിയുടെ തോൾവാറുകളിന്മേൽ മുൻഭാഗത്തായി ബന്ധിച്ചു. അവർ 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി. പുരസ്ത്രാണത്തിന്റെ ഉൾഭാഗത്ത് പ്രധാന അങ്കിയുടെ എതിരെയുള്ള 2 കീഴ്മൂലകളിൽ ഘടിപ്പിച്ചു. അവർ 2 സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച് പ്രധാന അങ്കിയുടെ 2 തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അതിന്റെ കുടുക്കിനോട് ചേർത്ത് പ്രധാന അങ്കിയുടെ അരക്കെട്ടിന് മുകളിലായി പിടിപ്പിച്ചു. പുരസ്ത്രാണം പ്രധാന അങ്കിയുടെ അരക്കെട്ടിന് മേൽ ആയിരിക്കുന്നതിനും പ്രധാന അങ്കിയിൽ നിന്ന് ഉരസ്ത്രാണം സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും പുരസ്ത്രാണത്തെ അതിന്റെ വളയങ്ങളിൽ നിന്ന് പ്രധാന അങ്കിയുടെ വളയങ്ങളിലേക്ക് 1 നീല ചരടുകൾ കൊണ്ട് അവർ ബന്ധിച്ചു.
കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. പ്രധാന അങ്കിയുടെ കുറിയ അങ്കി കടും നീലയിൽ ഒരു നെയ്ത്ത് പണിയായി അവനുണ്ടാക്കി. കുറിയ അങ്കിയുടെ മധ്യത്തിലായി കുപ്പായ കഴുത്തുപോലെ അതിന്റെ കഴുത്തും, അത് കീറാതിരിക്കാൻ കഴുത്തിന് ചുറ്റും ഒരു നാടയും. കുറിയ അങ്കിയുടെ വിളമ്പുകളിൽ അവർ നീല ധൂമ്ര കടും ചെമപ്പു നൂല് പിരിച്ചതുപയോഗിച്ച് മാതള നാരങ്ങകൾ ഉണ്ടാക്കി. അവർ ശുദ്ധ സ്വർണം കൊണ്ട് മണികൾ ഉണ്ടാക്കി. മണികൾ മാതള നാരങ്ങൾക്കിടയിൽ കുറിയ അങ്കിയുടെ വിളമ്പിന് ചുറ്റും മാതള നാരങ്ങൾക്കിടയിൽ പിടിപ്പിച്ചു. കുറിയ അങ്കിയുടെ വിളമ്പിന് ചുറ്റും ഒരു മണി, ഒരു മാതള നാരങ്ങ എന്ന ക്രമത്തിൽ ശുശ്രൂഷിക്കാനായി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അഹ്റോനും അവന്റെ പുത്രന്മാർക്കുമായി നെയ്ത്തുപണിയായി ചണം കൊണ്ട് നിലയങ്കികൾ ഉണ്ടാക്കി. ചണം കൊണ്ട് ശിരോവസ്ത്രവും ചണം കൊണ്ട് കിരീട തലപ്പാവുകളും വെളുത്ത ചണം പിരിച്ചുള്ള കാൽച്ചിരായികളും പിരിച്ച ചണവും നീല ധൂമ്ര കടും ചെമപ്പു നൂലും കൊണ്ട് ചിത്രത്തുന്നൽ പണിയായ അരപ്പട്ടയും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുദ്ധ സ്വർണത്തിന്റെ ഒരു പുഷ്പ കിരീടം ഉണ്ടാക്കി. അവർ അതിന്മേൽ കർത്താവിന് പരിശുദ്ധൻ എന്ന ലിപികൾ കൊത്തിവെച്ചു. ശിരോവസ്ത്രത്തിന്മേൽ മുൻഭാഗത്ത് വെക്കാൻ അവർ അതിന്മേൽ ഒരു നീല ചരട് കെട്ടി, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. അങ്ങനെ സമാഗമ കൂടാരമായ ആലയത്തിന്റെ പണിയെല്ലാം പൂർത്തിയായി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേലർ ചെയ്തു. അപ്രകാരം തന്നെ അവർ ചെയ്തു. അവർ മോശയുടെ അടുക്കൽ ആലയം, അതായത് കൂടാരവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവന്നു. അതിന്റെ കൊളുത്തുകൾ, ക്രാസികൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഊറക്കിട്ട മുട്ടാടിൻ തോലിന്റെ ആവരണം, നിലക്കരടിത്തോലിന്റെ ആവരണം, തിരശീല വിരി, സാക്ഷ്യപേടകം, അതിന്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിന്റെ ഉപകരണങ്ങളെല്ലാം, സാന്നിധ്യത്തിന്റെ അപ്പം, ശുദ്ധസ്വർണത്തിന്റെ വിളക്കുകാൽ, അതിന്റെ ദീപനിരയ്ക്കായുള്ള ചെരാതുകൾ, അതിന്റെ ഉപകരണങ്ങളെല്ലാം, വിളക്കെണ്ണ, സ്വർണ ബലിപീഠം, അഭിഷേക തൈലം, പരിമള ധൂപന വസ്തുക്കൾ, കൂടാരവാതിലിന്റെ വിരി, പിച്ചള ബലിപീഠം, അതിനു വേണ്ടിയുള്ള പിച്ചള ചട്ടടുപ്പ്, തണ്ടുകൾ, അതിന്റെ ഉപകരണങ്ങളെല്ലാം, ക്ഷാളനപാത്രം, അതിന്റെ പീഠം, അങ്കണമറകൾ, അതിന്റെ തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണ കവാടത്തിന്റെ വിരി, അതിന്റെ കയറുകൾ, കുറ്റികൾ, സമാഗമ കൂടാരത്തിന് വേണ്ടിയുള്ള എല്ലാ ആലയ ശുശ്രൂഷോപകരണങ്ങളും, വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കാനുള്ള നെയ്ത്തു വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാരുടെ പുരോഹിത വൃത്തിക്കായുള്ള വസ്ത്രങ്ങൾ എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം അவ்விധം തന്നെ ഓരോ ജോലിയും ഇസ്രായേലിയർ നിർവഹിച്ചു. ഓരോ ജോലിയും മോശ വീക്ഷിച്ചു. ഇതാ, അവർ അത് നിർവഹിച്ചിരിക്കുന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു. അനന്തരം മോശ അവരെ അനുഗ്രഹിച്ചു. 66 സങ്കീർത്തനം. ഭൂമി മുഴുവനുമേ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, തിരുനാമത്തിന്റെ മഹത്വം പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ സ്തുതിയുടെ മഹത്വം സ്ഥാപിക്കുവിൻ. ദൈവത്തോട് പറയുവിൻ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. അങ്ങയുടെ ശക്തി പ്രാഭവത്താൽ അങ്ങയുടെ ശത്രുക്കൾ അങ്ങേക്ക് കീഴടങ്ങും. ഭൂമി മുഴുവൻ അങ്ങേക്ക് ആരാധനയർപ്പിക്കുന്നു, അങ്ങേക്ക് കീർത്തനമാലപിക്കുന്നു, തിരുനാമം പാടി പുകഴ്ത്തുന്നു. നിങ്ങൾ വന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവിൻ. മനുഷ്യമക്കൾക്കു മേലുള്ള കർമ്മത്തിൽ അവിടുന്ന് വിസ്മയനീയനാണ്. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമായി മാറ്റി. അവർ നദിയിലൂടെ കാൽനടയായി നടന്നു. അവിടെ നമ്മൾ അവിടുന്നിൽ സന്തോഷിച്ചു. അവിടുന്ന് തന്റെ കരുത്തിൽ എന്നേക്കും വാഴുന്നു. അവിടുത്തെ നയനങ്ങൾ ജനതകളെ നിരീക്ഷിക്കുന്നു. മത്സരബുദ്ധികൾ തങ്ങളെ തന്നെ ഉയർത്താതിരിക്കട്ടെ. ജനങ്ങളെ, നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടത്തേക്കുള്ള സ്തുതിയുടെ സ്വരം വിസ്തൃതമാക്കുവിൻ. ജീവിക്കുന്നവരുടെ ഇടയിൽ നമ്മുടെ ആത്മാവിനെ നിലനിർത്തുന്നവൻ നമ്മുടെ കാലിടറാൻ സമ്മതിക്കുകയില്ല. എന്തെന്നാൽ ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. വെള്ളി ശുദ്ധി ചെയ്യുന്നത് പോലെ അങ്ങ് ഞങ്ങളെ ശുദ്ധി ചെയ്തു. അങ്ങ് ഞങ്ങളെ കെണിയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ അരക്കെട്ടിൽ ഭാരം കയറ്റിവെച്ചു. അങ്ങ് മർത്യനെ ഞങ്ങളുടെ ശിരസ് ചവിട്ടി നടത്തിച്ചു. ഞങ്ങൾ തീയിലും വെള്ളത്തിലും അകപ്പെട്ടു, എങ്കിലും അങ്ങ് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് എത്തിച്ചു.
ദഹനയാഗങ്ങളുമായി ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. അങ്ങേക്ക് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. എന്റെ കഷ്ടതയിൽ എന്റെ അധരങ്ങൾ ഉരുവിട്ടതും എന്റെ വായ് മൊഴിഞ്ഞതുമാണ് അവ. മുട്ടാടുകളുടെ ധൂമയാഗത്തോടൊപ്പം കൊഴുപ്പിന്റെ ദഹനയാഗങ്ങൾ ഞാൻ അങ്ങേക്ക് അർപ്പിക്കും. ആൺകോലാടുകളോടൊപ്പം കാളകളെയും സമർപ്പിക്കും. ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരും വന്ന് കേൾക്കുവിൻ. എന്റെ ആത്മാവിനു വേണ്ടി അവിടുന്ന് ചെയ്തത് ഞാൻ വിവരിക്കാം. എന്റെ വായ് അവിടുത്തോട് വിളിച്ചപേക്ഷിച്ചു. എന്റെ നാവിൽ അവിടുത്തെ പുകഴ്ചയായിരുന്നു. എന്റെ ഹൃദയത്തിൽ ഞാൻ തിന്മ നിരൂപിച്ചിരുന്നെങ്കിൽ നാഥൻ കേൾക്കുമായിരുന്നില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു. എന്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. എന്റെ പ്രാർത്ഥനയും എന്നിൽ നിന്ന് തന്റെ കാരുണ്യവും നിരാകരിക്കാതിരുന്നത് കൊണ്ട് ദൈവം വാഴ്ത്തപ്പെടട്ടെ. 67-ാം സങ്കീർത്തനം. ദൈവം നമ്മിൽ കനിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നേരെ തന്റെ മുഖം അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഭൂമിയിൽ അങ്ങയുടെ വഴിയും എല്ലാ ജനതകളിലും അങ്ങയുടെ രക്ഷയും അറിയാനാണിത്. ദൈവമേ, ജനങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ജനങ്ങൾ എല്ലാവരും അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ജനപദങ്ങൾ സന്തോഷിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ അങ്ങ് ജനങ്ങളെയും ജനപദങ്ങളെയും സത്യസന്ധമായി ന്യായം വിധിക്കുകയും അവരെ ഭൂമിയിൽ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ജനങ്ങൾ എല്ലാവരും അങ്ങയെ പ്രകീർത്തിക്കട്ടെ. ഭൂമി അതിന്റെ വിളവ് നൽകി. ദൈവം, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭൂമിയുടെ എല്ലാ അതിർത്തികളും അവിടുത്തെ ഭയപ്പെടട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് പോയി സ്വദേശത്ത് വന്നു. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്തായപ്പോൾ അവൻ സിനഗോഗിൽ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്ക് കേട്ട അനേകം പേർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എന്തെന്ത് അത്ഭുതങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്? ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ഷിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ അത്ഭുതപ്പെട്ടു. അവൻ പഠിപ്പിച്ചുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവൻ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. എന്നാൽ ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളെ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടം വിട്ടുപോരുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ആളുകൾ മാനസാന്തരപ്പെടേണ്ടതിന് പ്രഘോഷിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. യേശുവിന്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നതിനാൽ ഹെരോദേസ് രാജാവും അവനെക്കുറിച്ച് കേട്ടു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയ ആണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെരോദേസ് പറഞ്ഞു, ഞാൻ ശിരച്ഛേദനം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെരോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. ഇത് സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയ നിമിത്തമാണ്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെരോദോസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെരോദിയായിക്ക് യോഹന്നാനോട് പകയുണ്ടായി.
അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെരോദേസ് അവനെ ഭയപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്തു. അവനെ കേൾക്കുമ്പോൾ അവൻ അസ്വസ്ഥനായിരുന്നെങ്കിലും സന്തോഷത്തോടെ അവനെ ശ്രവിക്കുമായിരുന്നു. ഹെരോദേസ് തന്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണിമാർക്കും വിരുന്ന് നൽകിയപ്പോൾ അനുകൂലമായ ഒരവസരം വന്നു ചേർന്നു. ഹെരോദിയായുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെരോദസിനെയും വിരുന്നുകാരെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്തു, നീ എന്തു തന്നെ ചോദിച്ചാലും എന്റെ രാജ്യത്തിന്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അവൾ പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ്. അവൾ ഉടനെ ബന്ധപ്പെട്ട് അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ചുകൊണ്ടുവന്ന് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവം ദുഃഖിതനായി. എങ്കിലും തന്റെ ശബ്ദത്തെയും വിരുന്നുകാരെയും പ്രതി അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവന്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു കാവൽ പടയാളിയെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. പെൺകുട്ടി അത് അമ്മയ്ക്ക് കൊടുത്തു. ഈ വിവരം അറിഞ്ഞ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹമെടുത്ത് കല്ലറയിൽ സംസ്കരിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ